അപ്പോൾ നമ്മുടെ എന്താ പരിപാടി എന്ന് പറയുമ്പോൾ നമ്മൾ ചൂണ്ടിടാൻ വേണ്ടി പോണ്. അപ്പോൾ ആദ്യമേ തന്നെ പറയാം, ഇതൊരു ഊത്തപിടുത്തമല്ല. ഏകദേശം 2 മാസം മുന്നേ ചൂണ്ടിട്ട് പിടിച്ച ആ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ പതിവിലും വിപരീതമായിട്ട് നമുക്ക് മറ്റൊരു മീൻ കിട്ടി, മനസ്സിലായില്ലേ? സാധാരണഗതിയിൽ നമുക്ക് ഗ്രാസ് കാർപ്പ്, രോഹു, കട്ല, സിലോപ്പി അങ്ങനത്തെ മീനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് വ്യത്യസ്തമായിട്ടൊരു കളർ കാർപ്പ്, അതായത് നമ്മളെ നോർത്ത് ഇന്ത്യക്കാർ ഗോൾഡ് ഫിഷ് എന്ന് വിളിക്കുന്ന ആ ഒരു ഇനത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളെ ഇവിടുത്തെ ജലാശയങ്ങളിൽ ഇപ്പോൾ കൊണ്ടുവിടുന്നുണ്ട്, മനസ്സിലായില്ലേ? ആ കവറിൽ കെട്ടി കൊണ്ടുവരുന്ന കൂട്ടത്തിൽ ഇത്തരത്തിൽ കളറിലുള്ള കാർപ്പ് മീനുകൾ ഒരുപാടായിട്ട് കണ്ടുവരുന്നുണ്ട്. നമ്മുടെ നദികളിലൊക്കെ ഇപ്പോൾ ഇത് ഒരുപാടായിട്ട് കണ്ടുവരുന്നുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഈ കാണുന്ന പോലെ അതിനെയാണ് നമ്മൾ ചൂണ്ടയിൽ പിടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ കൊല്ലുന്നില്ല, നേരെ വീട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ ഫിഷ് ടാങ്കിനകത്തോ നാച്ചുറൽ പോണ്ടിനകത്തോ ഇടുന്നതായിരിക്കും. മുന്നേ നമുക്ക് ഒരുപാട് മീൻ ഇത്തരത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെല്ലാം കൊണ്ടുവന്ന് ആ കാണുന്ന വീട്ടിലെ കുളത്തിൽ കൊണ്ടുവന്ന് ഒരുപാട് ഇട്ടിട്ടുണ്ട്, മനസ്സിലായില്ലേ? അതിൻ്റെ കൂടുതൽ ഇതും കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയില്ലേ? അപ്പോൾ ഇതിന് നമ്മൾ അക്യൂറത്തിൽ കൊടുത്താൽ തന്നെ 500 രൂപയ്ക്ക് മുകളിൽ ഇതിന് മാത്രം കിട്ടും, മനസ്സിലായില്ലേ? അത്ര ഭംഗിയാണ് കാണാനായിട്ട്. ഭയങ്കര കളറാണ്, നല്ല റെഡ് എഡ്ജെല്ലാം റെഡായിട്ട് വന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗമൊക്കെ ഒരു ഓറഞ്ച് ഗോൾഡ് കളറിൽ വന്നിട്ടാണുള്ളത്. അപ്പോൾ നമ്മൾ നേരെ വെള്ളത്തിലിട്ടിട്ട് അടുത്ത മീൻ പിടിക്കാൻ വേണ്ടി പോണ്. തൊട്ടടുത്ത് കണ്ട പൂക്കളിൽ ഒരെണ്ണം പറിച്ചിട്ട് ചിഞ്ചിന് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോണ്. സൂര്യകാന്തി മാതിരി എന്തോ ഒരു പൂവാണ്, അതിനെ പറിച്ചിട്ട് ചിഞ്ചിന് കൊടുക്കാൻ വേണ്ടി പോണ്. ചിഞ്ചിന് പൂക്കളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അത് നമ്മൾ ചിഞ്ചിൻ്റെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. അത് അവളുടെ ചെമ്പരത്തി പൂ വയ്ക്കുമ്പോഴേക്കാണ് തലയിൽ വെച്ചിട്ട് എന്തൊക്കെ അങ്ങോട്ടും കൊണ്ടും ചരിഞ്ഞൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുന്നവരെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എന്തെങ്കിലുമൊക്കെ നല്ലത് പറയണം, ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം പൂ പറിച്ചുകൊണ്ട് കൊടുക്കുമ്പോൾ പിച്ചെടുത്തത് അറിയാം, മനസ്സിലായില്ല? അതുകൊണ്ട് കാണുന്നവരെന്താണെന്ന് വെച്ചാൽ അതിനൊന്ന് നോക്കി കണ്ടൊക്കെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ നേരെ ചൂണ്ടിടാൻ വേണ്ടി, അപ്പോൾ നമ്മൾ ശരിക്കും വന്നത് ഫ്രൈ ചെയ്യാനുള്ള മീനില്ലേ, ഫ്രൈ ചെയ്യാനുള്ള മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ പോയിട്ട് ഫ്രൈ ചെയ്യാനുള്ള മീൻ പിടിക്കാം. അപ്പോൾ നമുക്ക് മീനൊന്നും കിട്ടിയില്ലെന്നായിരിക്കും നിങ്ങൾ വിചാരിച്ചത്. പക്ഷേ നമുക്ക് ഈ കാണുന്ന ഒരു രോഹു ഇല്ലേ, രോഹു ഒരു 250 ഗ്രാം തൂക്കുമ്പോൾ എന്താ രോഹു ഈ കാണുന്ന കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ഗോൾഡ് ഫിഷ്. ഈ കൂട്ടത്തിൽ വരുന്ന മീനുകളാണ് നേരത്തെ കാണിച്ച ഓറഞ്ച് കളർ മീനില്ലേ, അതൊക്കെ ഈ കൂട്ടത്തിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ വലിയ മീനുകളെല്ലാം കറി വയ്ക്കാൻ വേണ്ടി പോകണം, ഫ്രൈ ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ ഈ കാണുന്ന കഴുകി വൃത്തിയാക്കി എടുത്ത് നമ്മൾ ഫ്രൈ ചെയ്ത്, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ മീൻ കിട്ടിയ സ്ഥിതിക്ക് നിങ്ങൾ കാണിച്ചു തന്നുള്ളൂ, ഗോൾഡ് ഫിഷിനെ കിട്ടിയ സ്ഥിതിക്ക് നിങ്ങൾ കാണിച്ചു തന്നുള്ളൂ, കളർ മീനെ കിട്ടിയ സ്ഥിതിക്ക് നിങ്ങൾ കാണിച്ചു തന്നുള്ളൂ. വേറെ തന്നെ വീട്ടിലുണ്ടാക്കുന്നില്ല. ടാറ്റാ.